ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFS എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ ഒരു യൂണിറ്റായ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാനും ടൂളുകളിലെ ഒരു ടൂളാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഒരു മെത്തേഡാണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അഥവാ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് cash inflows and cash outflows from various activities of an enterprise during a particular period. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മീനിങ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് is a statement that shows cash inflow and outflow of a firm during a particular period from different activities. ഒരു ഫേമിന്, ഒരു സ്ഥാപനത്തിന് വ്യത്യസ്ത ആക്ടിവിറ്റീസിലൂടെ, വ്യത്യസ്ത പ്രവൃത്തികളിലൂടെ ഉണ്ടായ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. എന്താ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത്, അപ്പോൾ ഇതിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് ഏതൊക്കെ മാർഗങ്ങളിൽ, ഏതൊക്കെ വഴികളിലൂടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി, ഇതൊക്കെ കാണിക്കാനായിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പേര് പോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല. ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഒരു സ്ഥാപനത്തിന് ഒരു സ്ഥാപനം നമ്മുടെ ബിസിനസ് വ്യത്യസ്ത ആക്ടിവിറ്റീസിൽ, വ്യത്യസ്ത പ്രവൃത്തികളിൽ ഏർപ്പെടും. അതിലൂടെയൊക്കെ ബിസിനസ്സിന് എത്രത്തോളം ക്യാഷ് കിട്ടി, എത്രത്തോളം ക്യാഷ് പോയി, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ, ഇതൊക്കെ കാണിക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. ഏതൊക്കെ ആക്ടിവിറ്റീസിൽ എങ്ങനെയൊക്കെ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടായി, എങ്ങനെയൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായി എന്ന് കണ്ടെത്തുക, അത് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് ഇന്ത്യയിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മീനിങ്ങിൽ ഡിസ്കസ് ചെയ്തു, ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ എന്നൊക്കെ പറഞ്ഞു. എന്താ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ബിസിനസ്സിലേക്ക് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിനോട് തത്തുല്യമായ മറ്റോ വസ്തുക്കളോ ബിസിനസ്സിലേക്ക് വരുന്നതിനെ വിളിക്കുന്ന പേരാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, നമുക്ക് പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന, കച്ചവടം ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസിനൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് തത്തുല്യമായ വസ്തുക്കളോ പുറത്തേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എംപ്ലോയീസിന് സാലറി, നമ്മുടെ സ്ഥാപനത്തിന് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ സാലറി എന്തിന് എക്സാമ്പിളാണ്, ക്യാഷ് ഔട്ട്ഫ്ലോന് എക്സാമ്പിളാണ്. കാരണം സാലറി കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്ക് ഹോൾസെയിലിൽ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്മീഷൻ കിട്ടും അല്ലേ, കമ്മീഷൻ റിസീവ്ഡ്, അത് നമുക്കൊരു ഇൻകമാണ്, ഇൻഫ്ലോ ആണ്, ക്യാഷ് ഇൻഫ്ലോ ആണ്. സോ ഇത്തരത്തിലുള്ള ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഒരു സ്ഥാപനത്തിന് വ്യത്യസ്ത ആക്ടിവിറ്റീസിലൂടെ ഉണ്ടായ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും റെക്കോർഡ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ, ഏതൊരു ബിസിനസ്സും പ്രധാനമായും 3 തരത്തിലുള്ള ആക്ടിവിറ്റീസിലാണ് ഏർപ്പെടുക. ഏതൊക്കെയാണ് ആ 3 ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, സെക്കൻഡ് വൺ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, തേർഡ് വൺ ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഇങ്ങനെ 3 ആക്ടിവിറ്റീസിലാണ് ഏതൊരു ഫേമും ഏർപ്പെടുക. ഏതൊക്കെയാണ്?
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ദീസ് ആർ ദ പ്രിൻസിപ്പൽ ഓർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതുകൊണ്ടാണ് അതിന് പ്രിൻസിപ്പൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞത്. സോ ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോകുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചുരുക്കം. കാരണം ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് പിടിച്ചെടുക്കാൻ പറ്റില്ല. നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് എടുത്തു നോക്കാം. ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്തായിരിക്കും? ഡ്രസ്സ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ പ്രോഫിറ്റായിട്ട് ചെയ്തിട്ട് സെല് ചെയ്യുക, അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ ക്യാഷ് ഇൻഫ്ലോയും വരും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലും ഫിനാൻസിങ് ആക്ടിവിറ്റീസിലും ഇൻഫ്ലോയും വരും, ഔട്ട്ഫ്ലോയും വരും. ഇതിൽ ഇൻഫ്ലോ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഡ്രസ് മെറ്റീരിയൽസ് സെല് ചെയ്യുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഈ ഇൻഫ്ലോ ക്യാഷ് ഫ്ലോ ഫ്രം ക്യാഷ് ഇൻഫ്ലോന് എക്സാമ്പിളാണ്. എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്നത്, സ്ഥാപനത്തിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത്, റോ മെറ്റീരിയൽസ് അഥവാ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, അതൊക്കെ ഔട്ട്ഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോന് എക്സാമ്പിളായിട്ട് വരും. സോ ഇത്രയാണ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയെ പറ്റി പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ദീസ് ആർ ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ടു പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് അതർ ലോങ് ടേം അസറ്റ്സ്. ഫിക്സഡ് അസറ്റുകളുടെ എന്താ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ഫിക്സഡ് അസറ്റുകൾ, അതുപോലെ മറ്റുള്ള ദീർഘകാല അസറ്റുകൾ, ആസ്തികളൊക്കെ അതിൻ്റെ വിൽപ്പനയും വാങ്ങലുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മളെന്ത് പറയുക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം. സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്കൊരു ഫേം ഉണ്ട്, നമ്മൾ ആ ഫേമിലേക്ക് ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണ്, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ മെഷീനറി മേടിച്ചപ്പോൾ നമ്മൾ പഴയ മെഷീനറി പ്രോഫിറ്റിനെ സെല് ചെയ്യാണ്, ലാഭത്തിന് വിൽക്കുകയാണ്. അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ എന്തിലാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. സോ ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റിലേക്ക് മെഷീനറി പോലുള്ള ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ഔട്ട്ഫ്ലോയ്ക്ക് എക്സാമ്പിളാണ്. അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, പഴയ അസറ്റുകൾ നമ്മൾ മെഷീനറി വെഹിക്കിൾസ് പോലുള്ള പഴയ ഫിക്സഡ് അസറ്റുകൾ സെല് ചെയ്യുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഈ പറയുന്ന ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഇൻഫ്ലോസിന് എക്സാമ്പിളാണ്. ഈ ലാസ്റ്റ് ആക്ടിവിറ്റി ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. These are the activities which affect the finance and long-term obligation of an enterprise. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻസിനെയും ലോങ് ടേം ഒബ്ലിഗേഷൻ ദീർഘകാല ബാധ്യതകളെയും അഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ വിളിക്കുന്ന പേരാണെന്ത്? ഫിനാൻസിങ് ആക്ടിവിറ്റി. സോ ഫിനാൻസിങ് ആക്ടിവിറ്റി ആ പേര് പോലെ തന്നെ ഒരു ഫേമിൻ്റെ ഫിനാൻസിങ്ങിന്, ഇക്വിറ്റിയെ, ഒരു ഫേമിൻ്റെ ക്യാപിറ്റലിന് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ലോങ് ടേം ലയബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻ ടു ബിസിനസ് ഓർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹5 lakh. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ പറയുന്ന ക്യാഷ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വിഡ്രോ ക്യാഷ് ബൈ ദ പ്രൊപ്പറേറ്റർ ഫ്രം ഹിസ് ക്യാപിറ്റൽ ഫോർ പേഴ്സണൽ യൂസ്. ഓണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് പൈസ പിൻവലിക്കുന്നതൊക്കെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. അതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, ആ ലോണിന് തിരിച്ച് റീപേ ചെയ്യുന്നത്, അതൊക്കെ ഏത് ആക്ടിവിറ്റീസിലാണ് വരിക? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരിക. സോ ഇതാണ് നമ്മൾ പ്രധാനമായും ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു, പിന്നെ ക്യാഷ് ഇൻഫ്ലോ എന്താണ്, ക്യാഷ് ഔട്ട് ഫ്ലോ എന്താണെന്ന് പറഞ്ഞു. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് വരും, ക്യാഷ് ഔട്ട് ബാങ്കിൽ വരും. ക്യാഷ് അതർ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റി. ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന
ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് ട്രേഡ് ചെയ്തിട്ട് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസിനെ വിളിക്കുന്നവരാണ് ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതുപോലെ തന്നെ നമ്മളെ ആക്ടിവിറ്റീസിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു അല്ലേ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റീസിലും അതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലോസും ഉണ്ട്, ഔട്ട്ഫ്ലോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഏകദേശം ഒരു 33ഓളം എക്സാമ്പിൾസ്. ഈ 33 10 ആൻസർ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ സ്വയം കണ്ടെത്താൻ നോക്കിയേ. ഇതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പർച്ചേസ് ഓഫ് മിഷനറി പർച്ചേസ് ചെയ്യുന്നു. കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മിഷനറി പർച്ചേസ് ചെയ്യുന്ന ഇതിൽ വരിക ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. കറക്റ്റാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഇൻഫ്ലോ വരും. രണ്ടാമത് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഒരു കമ്പനി എന്ത് ചെയ്തു? ഷെയർസ് ഇഷ്യൂ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അതിന് ഷെയർസിൻ്റെ പൈസ കിട്ടി. ആ ഇൻഫ്ലോ ആണ്, ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഏത് ആക്ടിവിറ്റീസിലാണ് വരിയത്? ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇതിന് അടുത്തത് തേർഡ് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റിട്ട് കിട്ടുന്ന പൈസ, അത് ഇൻഫ്ലോ ആണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. നാലാമത്തത് പ്രൊസീഡ്സ് ഫ്രം ലോങ് ടേം ബോറോയിങ്സ്. പ്രൊസീഡ്സ് ഫ്രം ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാല ബാധ്യതകൾ. നമ്മളൊരു 15 കൊല്ലത്തിനൊക്കെ 20 കൊല്ലത്തിനൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ലോങ് ടേം ബോറോയിങ്സ്. സോ അങ്ങനെ നമ്മൾ ഒരു ബോറോയിങ്സ് എടുത്തു, ബാങ്കിൽ നിന്നോ മറ്റുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ഒരു ദീർഘകാല ലോൺ എടുത്തു. അത് ഏത് ആക്ടിവിറ്റീസിലാണ് വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഇൻഫ്ലോ വരും. ഇനി ഫിഫ്ത്ത് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് മിഷനറി. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ പഴയ മിഷനറി വിറ്റു. നമ്മളെ പഴയ മിഷനറി വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇനി ഏത് ആക്ടിവിറ്റീസിലാണ് വരിക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, ക്യാഷ് റെസിപ്റ്റ് ഫ്രം ട്രേഡ് റിസീവബിൾ. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് അഥവാ ഡെപ്റ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ, അവിടുത്തെ നമുക്ക് പൈസ കിട്ടി. അത് ഇതിൽ വരിക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരും. ഇനി 7 ട്രേഡിംഗ് കമ്മീഷൻ റിസീവ്ഡ്. ട്രേഡിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് സെല് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കമ്മീഷനാണ്. അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരുന്ന. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഇൻഫ്ലോ വരും. ദെൻ 8th പർച്ചേസ് ഓഫ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരും. നെക്സ്റ്റ് 9th വന്ന് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിഫറൻസ് ഷെയർസിൻ്റെ പൈസ തിരിച്ചു കൊടുത്തു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പൈസ തിരിച്ചു കൊടുത്തു. അപ്പോൾ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ ക്യാഷ് ഔട്ട്ഫ്ലോ വരും. ലാസ്റ്റ് വൺ ക്യാഷ് പർച്ചേസ്. ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അത് ഏതിൽ വരിക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഔട്ട്ഫ്ലോസിൽ വരും. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്താനായി ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.